ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും ബാലി ട്രിപ്പിൻ്റെ സെക്കൻഡ് വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും യാത്ര തിരിച്ച് കോലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 5:30 ആയിട്ടുണ്ടാവും. നമുക്കിനി ഇവിടെ ഒരു 3.25 മണിക്കൂറോളം ലേ ഓവർ ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ കൊച്ചി ടു കോലാലംപൂർ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ഇനി നമ്മളുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഫ്ലൈറ്റിൻ്റെ ഗേറ്റ് നമ്പർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ അതിനു മുൻപേ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. സോ നമ്മളെല്ലാവരും നമ്മളുടെ ക്യാരി ബാഗ്സ് എല്ലാം എടുത്തു. ശേഷം മുന്നോട്ട് നടക്കുകയാണ്. കുറച്ചധികം നടക്കാനുണ്ട്. നമ്മൾ ലാൻഡ് ചെയ്ത സമയം മലേഷ്യൻ ടൈം വെളുപ്പാങ്കാലം 5:30 അതുകൊണ്ട് തന്നെ പുറത്ത് നല്ല ഇരുട്ടായിരുന്നു, വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്കൊന്നും ആ ഒരു ഭംഗി ആസ്വദിക്കാനായിട്ട് ഈ സമയത്ത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ നെക്സ്റ്റ് ഫ്ലൈറ്റ് 9:15 തന്നെ ആ സമയം ആകുമ്പോഴത്തേക്ക് നല്ല വെളിച്ചം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ വ്യൂ ഒക്കെ കിട്ടും. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. ഭയങ്കര വലിയ എയർപോർട്ടാണെന്ന് തന്നെ പറയാം. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അത്യാവശ്യം നല്ലൊരു ഡിസ്റ്റൻസ് നടക്കാനുണ്ടായിരുന്നു. ഒരറ്റത്തുനിന്ന് നടന്ന് തുടങ്ങിയതേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. നടന്നിട്ടും എയർപോർട്ടിൻ്റെ സെൻറ്റർ പോർഷനിൽ ഞങ്ങൾ എത്തുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ കൊച്ചു വർത്താനം ഒക്കെ പറഞ്ഞ് ബോറടിക്കാതെ നടന്നുപോയി. അതിനിടയിൽ ഞാനിങ്ങനെ അമ്മയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചറിയായിരുന്നു. അമ്മ ഭയങ്കര ഹാപ്പി. അമ്മയുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഫ്ലൈറ്റിൽ കയറണം, അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം, പുറത്തൊക്കെ കറങ്ങാൻ പോകണം എന്നുള്ളതൊക്കെ. അമ്മ ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാം പറയുമായിരുന്നു. കുറച്ചധികം നടക്കാനുണ്ടെങ്കിലും നമുക്കങ്ങനെ ബോറടിക്കില്ല. ബിക്കോസ് എയർപോർട്ടിൻ്റെ ഇൻറ്റീരിയർ വർക്ക്സൊക്കെ അടിപൊളിയാണ്. അതുപോലെ തന്നെ ഒരു സൈഡ് ഔട്ട്സൈഡ് വ്യൂ നമുക്ക് കാണാവുന്ന രീതിയിൽ ഒരു ഗ്ലാസ് വോളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ നടന്ന് ഞങ്ങളുടെ ഫസ്റ്റ് സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ ഏരിയയിലെത്തി. അങ്ങനെ കോലാലംപൂർ എയർപോർട്ടിലെ ഫസ്റ്റ് ചെക്കിങ്ങിന് ശേഷം ഞങ്ങളങ്ങനെ എയർപോർട്ടിനകത്തേക്ക് കയറി. അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു നേരിട്ട് കാണാൻ. എത്രത്തോളം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല, പക്ഷേ അടിപൊളിയായിരുന്നു കാണാൻ. നല്ല ഭംഗിയായിരുന്നു, നല്ല രസമായിരുന്നു ഇൻറ്റീരിയറൊക്കെ. ആൻഡ് ഞങ്ങളെല്ലാം ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ആസ്വദിക്കുകയായിരുന്നു. മറ്റ് ഇൻട്രസ്റ്റിംഗ് ഒരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ അവിടെ എല്ലാവരും തറയിലൊക്കെ കിടന്ന് ഉറങ്ങുമായിരുന്നു, റെസ്റ്റ് എടുക്കുമായിരുന്നു. ചെയേഴ്സ് ഉണ്ടെങ്കിലും അവർ ഇങ്ങനെ തറയിൽ ഫ്രീ ആയിട്ട് കിടന്ന് ഉറങ്ങുകയൊക്കെ ആയിരുന്നു. മേ ബി ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആയിരിക്കാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ അല്ല, ഞങ്ങൾക്ക് ഈ എസ്കലേറ്റർ ത്രൂ നെക്സ്റ്റ് ഫ്ലോറിലേക്ക് കയറണം. മേ ബി ഫസ്റ്റ് ഫ്ലോർ ആയിരിക്കാം. സോ ഇവിടെയൊക്കെ ഞങ്ങൾക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബിക്കോസ് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇൻറ്റീരിയറൊക്കെ. അവിടെ കുറേ കവേഴ്സും അതുപോലെ കുറേ ഷോപ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര കളർഫുള്ളായിരുന്നു. അങ്ങോട്ടൊക്കെ പോകണം എന്നുണ്ടായിരുന്നു, പക്ഷേ സമയം ഞങ്ങളെ അനുവദിച്ചില്ല. 3 മണിക്കൂറുണ്ടെന്ന് പറഞ്ഞാലും ഒരുപാട് നടക്കാനുണ്ടായിരുന്നല്ലോ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട്. അതുപോലെ തന്നെ ഇനിയും ഗേറ്റിൻ്റെ അടുത്തേക്കും ഒരുപാട് നടക്കാനുണ്ടാകുമെന്ന് ഊഹിച്ച് ഞങ്ങൾ അധികം സമയം ഇവിടെ ഒന്നും സ്പെൻഡ് ചെയ്യാതെ മുന്നോട്ട് നടന്നു. ശരിക്കും ഈ ഒരു എയർപോർട്ട് കണ്ടു തീർക്കാൻ തന്നെ നമുക്ക് അര ദിവസം വേണം, അല്ലെങ്കിൽ ഒരു ദിവസം വേണം. അത്രയ്ക്കും വലിയ എയർപോർട്ടാണെന്നാണ് തോന്നുന്നത്. ഈ ഒരു ചെറിയ വശത്തുകൂടി തന്നെ നടക്കുമ്പോൾ അത്യാവശ്യം വലിയൊരു ഏരിയയിലൂടെ നടന്നു പോകുന്ന ഒരു ഫീലാണ്. ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ചുമ്മാ ഒന്ന് കയറി ഇറങ്ങി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ പോലും നല്ല സമയം വേണം. സോ എന്നെങ്കിലും ഒരിക്കലും ഇവിടെ വീണ്ടും വരാനും ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയി. സത്യം പറഞ്ഞാൽ ഈ ചോക്ലേറ്റ്സ് ഒക്കെ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നത് കാണുമ്പോഴാണ് കൊതി വരുന്നത്. ചോക്ലേറ്റ്സ് അധികം ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഇതൊക്കെ കാണുമ്പോൾ ഒരെണ്ണം മേടിക്കാൻ തോന്നും. അതുപോലെ തന്നെയായിരുന്നു ഈ ഒരു കിൻഡർ ജോയുടെ ഷോപ്പ്. ആക്ച്വലി കിൻഡർ ജോയൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുമെങ്കിലും കാണുമ്പോൾ ഒരു കൊതി. അതുപോലെ തന്നെ ഈ M&Mൻ്റെ ചോക്ലേറ്റ് ഷോപ്പും. പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെങ്കിലും ഞങ്ങളുടെ മനസ്സറിയാൻ ഞങ്ങളുടെ പേരൻസ് നിന്നില്ല. അവർ ഒറ്റ സ്പീഡിൽ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്ന പോലെ മുന്നോട്ട് നടക്കുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ മനസ്സിൽ തന്നെ വെച്ചു. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ഞാനും ഗായത്രി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടായിരുന്നു, അവിടെ കയറാം ഇവിടെ കയറാമെന്ന്. പക്ഷേ സാഹചര്യം അനുവദിക്കില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ പേരൻസിൻ്റെ പുറകിന് തന്നെ നടന്നു.
ആൻഡ് ഫൈനലി ഞങ്ങൾ നടന്ന് ഗേറ്റ് ഏരിയയിലെത്തി. ആക്ച്വലി ലേറ്റ് അല്ല, ഞങ്ങളുടെ ഗേറ്റ് നമ്പർ വേറെയാണ്. ഞങ്ങൾ അവിടേക്ക് നടന്നു. ഇവിടെ എല്ലാം ചാർജിങ് കിയോക്സും ഉണ്ട്. അവിടെ നമുക്ക് നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാം. സോ നമുക്ക് ഒരു 3 മണിക്കൂറോളം കിട്ടും. അതുകൊണ്ട് തന്നെ മൊബൈൽ കുത്തിയിടാൻ നല്ല സമയമുണ്ടായിരുന്നു. അതുപോലെ ഇതൊരു റെസ്റ്റ് ഏരിയ കൂടിയാണ്. ഒരു സൈഡിൽ ക്യാഫേസ് ഒക്കെയാണ്. നമുക്ക് എന്തെങ്കിലും സ്നാക്സ് കഴിക്കാം, റെസ്റ്റ് എടുക്കാം, ഫ്രഷ് ആവാം. അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു. സോ ഞങ്ങൾക്കും ഇരിക്കാനൊരു സ്പേസ് കണ്ടെത്തി. ഞങ്ങൾ ലാൻഡ് ചെയ്തത് 5:30 ഞങ്ങൾ ഈ ഇരിക്കുന്ന സ്പേസിൽ എത്തിയപ്പോഴത്തേക്ക് 6:30 ആയി. ഞങ്ങൾക്ക് വിശന്നായിരുന്നു. സോ ഗായത്രി നാട്ടിൽ നിന്ന് ക്വസോങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സ്പെല്ലിങ് വെച്ച് നമുക്ക് ക്രോയിസൻ്റ് എന്നൊക്കെ വിളിക്കാമെങ്കിലും അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ക്വസോങ് എന്നാണ് ഗൂഗിൾ പറയുന്നത്. സോ അതൊക്കെ കഴിച്ചു. എന്നിട്ട് എന്നെയും ഗായത്രി അവിടെ ഇരുത്തിയിട്ട് ഇവർ 3 പേരൂടെ പോയിട്ട് ഒരു കോഫി ഷോപ്പിൽ നിന്ന് കോഫി ഓർഡർ ചെയ്തു. അവിടെ ചെന്ന് കോഫിയും ചോദിച്ചു. അവരന്നേരം മെനുവിൽ നോക്കി ഏതാ വേണ്ടിയെന്ന് പറയാൻ പറഞ്ഞു. അവിടെ ഇവർ നോക്കിയപ്പോഴത്തേക്ക് എക്സ്പ്രസ്സോ, ലാറ്റെ, ക്യാപ്പച്ചീനോ, മോച്ച, അമേരിക്കാനോ എന്നൊക്കെ പറഞ്ഞ് കുറേ ഐറ്റംസ്. അങ്ങനെ അവസാനം മിൽക്ക് ആഡ് ചെയ്തിട്ടുള്ള ക്യാപ്പച്ചീനോയിൽ തീരുമാനിച്ചു. ക്യാപ്പച്ചീനോ കിട്ടി, കുടിച്ചു. നല്ല 1-ാം തരം കയ്പ്പായിരുന്നു. പിന്നെ ഇവർ ഷുഗർ വീണ്ടും ചോദിച്ച് ഷുഗർ ആഡ് ചെയ്തു. എന്നിട്ടും നല്ല കയ്പ്പായിരുന്നു. അതിൻ്റെ എക്സ്പ്രഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ സ്നാക്സൊക്കെ കഴിച്ച് ഫ്രഷൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാനും ഗായത്രിയും ചുമ്മാ ബാക്കിയുള്ള സമയം അവിടുത്തെ ഷോപ്സൊക്കെ കാണാൻ ഇറങ്ങി. സോനിയ ഷോപ്സൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ. അതിനുശേഷം സ്റ്റാഫ് അനൗൺസ് ചെയ്തു നമ്മുടെ ഫ്ലൈറ്റിലേക്ക് ആൾക്കാരെ ബോർഡ് ചെയ്യാൻ ടൈം ആയെന്നും പറഞ്ഞിട്ട്. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് സോൺ 2-ലായിരുന്നു സീറ്റ്. സോൺ 2 എന്ന് പറയുമ്പോൾ ഫ്ലൈറ്റിൻ്റെ മിഡിൽ പോർഷനിലായിരിക്കും നമ്മുടെ സീറ്റ് വരിക. അങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ സ്റ്റാഫ് ചെക്ക് ചെയ്തതിന് ശേഷം ഞങ്ങളെ എല്ലാവരെയും കടത്തിവിട്ടു. ഫൈനലി ഇതാണ് കോലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഡേ വ്യൂ. നമ്മൾ രാവിലെ വന്നപ്പോൾ ഇതൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഗോൾഡൻ ലൈറ്റ്സ് മാത്രമായിരുന്നു നമുക്ക് കാണാൻ പറ്റിയത്. ഇപ്പോൾ സൂര്യനൊക്കെ ഉദിച്ചുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ കാണാം. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറേ ഫ്ലൈറ്റ്സ്, എയർ ഏഷ്യയുടെ കുറേ ഫ്ലൈറ്റ്സ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊച്ചിയിൽ നിന്ന് നമ്മൾ കോലാലംപൂരിലോട്ട് വന്നതും എയർ ഏഷ്യ ഫ്ലൈറ്റിൽ തന്നെയായിരുന്നു. സോ ഇവിടുന്ന് കോലാലംപൂരിൽ നിന്ന് ബാലിയിലോട്ടും നമ്മൾ സെയിം എയർ ഏഷ്യ ഫ്ലൈറ്റിൽ തന്നെയാണ് നമ്മുടെ ജേർണി വരുന്നത്. സോ ഈ ഒരു ജേർണിയിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. ഫൈനലി അങ്ങനെ ബാലിക്കുള്ള ജേണിക്ക് കോലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് എയർ ഏഷ്യ ഫ്ലൈറ്റിൽ കയറി. ഈ പ്രാവശ്യം അമ്മയ്ക്ക് ഞങ്ങളുടെ കൂടെ അടുത്ത് തന്നെ ഇരിക്കാൻ പറ്റി. ഞങ്ങൾ 3 പേരും ഈ സൈഡിലും, അപ്പുറത്ത് ചിറ്റപ്പനും ചിറ്റമ്മയും, അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തന്നെ ഇരുന്നു. ആൻഡ് സെയിം ഈ വിൻഡോ സീറ്റും ഗായത്രിയാണ്. അവൾ പറഞ്ഞു ചേച്ചി എടുത്തോളാൻ. ആൻഡ് ഫൈനലി എനിക്ക് വീണ്ടും വിൻഡോ സീറ്റ് കിട്ടി. പിന്നെ അമ്മയും ഇതുവരെ വിൻഡോ സീറ്റിൽ ഇരുന്നിട്ടില്ല. സോ അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു അമ്മയ്ക്കും കുറച്ച് നേരം വിൻഡോ സീറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ തരാമെന്ന്. ആൻഡ് അങ്ങനെ ഞങ്ങളിരുന്നു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങി. ഇതിൻ്റെ ഇടയിൽ ക്യാബിൻ ക്രൂസ് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നുണ്ടായിരുന്നു. ഓൾറെഡി അത് കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. സോ അങ്ങനെ പതുക്കെ ഇത് മൂവ് ചെയ്തു. ആദ്യം ഇത് പതുക്കെയാണ് മൂവ് ചെയ്യുന്നത്. കുറച്ചധികം ഡിസ്റ്റൻസ് ഇത് കവർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഒരു പോയിന്റിലെത്തി കഴിയുമ്പോഴാണ് ഫ്ലൈറ്റിൻ്റെ സ്പീഡ് കൂടുന്നത്. ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആയിരുന്നു. ബിക്കോസ് ഇന്നലെ നൈറ്റിലായിരുന്നല്ലോ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഔട്ട്സൈഡ് വ്യൂ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഗോൾഡൻ ലൈറ്റ്സ് മാത്രമായിരുന്നു വ്യൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതുകൊണ്ട് ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ആൻഡ് ഓൾസോ വിൻഡോ സീറ്റ് കിട്ടിയതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് കാണാനും പറ്റും. ഞാനും അമ്മയും ഗായത്രിയും എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു.
ഗൈസ് ഫൈനലി നമ്മുടെ ഫ്ലൈറ്റ് ബാലിക്ക് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് നമ്മളിപ്പോൾ താഴെ കാണുന്നത് പാം ഓയിൽ പ്ലാന്റേഷനാണ്. എയർപോർട്ടിനടുത്ത് നല്ല ഒരു ഏരിയ കവർ ചെയ്ത് തന്നെ ഈ ഒരു പ്ലാന്റേഷനുണ്ട്. ആൻഡ് ഇത് ആകാശത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് ഫസ്റ്റ് ടൈം ആണല്ലോ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നതും. ടേക്ക് ഓഫ് ഡേ ടൈമിൽ ആദ്യമായിട്ടാണ് കാണുന്നതും. ഇന്നലെ നൈറ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ താഴ്ഭാഗത്തെ വ്യൂസ് ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഗോൾഡൻ ലൈറ്റ്സ് മാത്രമായിരുന്നു വിസിബിൾ ആയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദിസ് വാസ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് പാം ഓയിൽ പ്ലാന്റേഷൻ്റെ മുകളിലൂടെ ഫ്ലൈ ചെയ്ത് ഇപ്പോൾ ഓഷ്യൻ്റെ മുകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആകാശത്ത് നിന്ന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ എയറിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു ഫീലേ ഉള്ളൂ. ഒരുപാട് സ്പീഡിലാണ് ഫ്ലൈറ്റ് മൂവ് ചെയ്യുന്നത് എന്നുള്ളൊരു ഫീലൊന്നും നമുക്കുണ്ടാവില്ല. ആൻഡ് മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കടലൊക്കെ ഭയങ്കര നിശ്ചലമായിട്ട് കിടക്കുന്നതായിട്ടേ നമുക്ക് തോന്നുകയുള്ളൂ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ക്യാബിൻ ക്രൂ ഫുഡ് സെർവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾക്ക് എല്ലാവർക്കും രാവിലെ ഹൈദരാബാദി വെജിറ്റബിൾ ബിരിയാണിയാണ് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് എക്സ്പ്രസോ. അതവരെല്ലാവർക്കും സെർവ് ചെയ്തു. അങ്ങനെ എനിക്കും കിട്ടി ബ്രേക്ക്ഫാസ്റ്റ്. ഫുഡിൻ്റെ കൂടെ അവർ സ്പൂണ്, ഫോർക്ക്, പിന്നെ ടിഷ്യൂ പേപ്പറും പ്രൊവൈഡ് ചെയ്യും. എനിക്ക് ശരിക്കും ഫുഡ് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു. എനിക്ക് ടേസ്റ്റ് കുഴപ്പമൊന്നും തോന്നിയില്ല. സൂപ്പറായിരുന്നു. പക്ഷേ എൻ്റെ അനിയത്തിക്ക് എത്രമാത്രം ആ ബിരിയാണി ഇഷ്ടപ്പെട്ടു എന്ന് അവളുടെ മുഖത്തോട്ട് നോക്കിയാൽ തന്നെ കാണാം. നമുക്ക് അത്ര പിടിച്ചില്ല എന്ന് തോന്നുന്നു. ബിരിയാണി നല്ലതായിരുന്നു, പക്ഷേ അതിൻ്റെ കൂടെ കിട്ടിയ ഈ എക്സ്പ്രസോ വായി വെക്കാൻ കൊള്ളില്ലായിരുന്നു. മറ്റേ സിനിമയിൽ പറയുന്ന പോലെ ഭയങ്കര കയ്പ്പായിരുന്നു. പഞ്ചസാര ഒട്ടും ചേർത്തിട്ടില്ല എന്നുള്ളൊരു ഫീലായിരുന്നു. പിന്നീട് ക്യാബിൻ ക്രൂവിനോട് പഞ്ചസാര ചോദിച്ചു വാങ്ങി ആഡ് ചെയ്തിട്ടാണ് പിന്നെ അത് കുടിച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുറേ നേരമൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് വിൻഡോയിൽ കൂടെ നോക്കിയപ്പോഴത്തേക്ക് ഒന്നും കാണാനില്ല. ഒരുമാതിരി സ്മോക്കിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു ഫീല്. ലൈക്ക് ക്ലൗഡ്സിനെയും കാണുന്നില്ല, താഴ്ഭാഗവും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. ഫുൾ ഒരു വൈറ്റ് സ്മോക്ക്. ഗൈസ് ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായിട്ടുള്ള ബാലിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഫ്ലൈറ്റിലിരുന്ന് നമുക്ക് ഒരുപാട് കാഴ്ചകൾ എയർപോർട്ട് അടുക്കാറാകുമ്പോൾ കാണാൻ പറ്റും. താഴെ സീ ആണ്, അവിടെ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റീസ് നടത്തുന്നത് കാണാൻ പറ്റും. ജെറ്റ് സ്കീയും അതുപോലെ തന്നെ പാരാസെയിലിങ്ങും അതുപോലെ കുറേ വീടുകളും ഒക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ കുറേ കണ്ടെയ്നർ ഷിപ്സും നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ
ചില ടൂറിസ്റ്റ് പ്ലേസസ്, സ്റ്റാച്യൂസ് അതൊക്കെ നമുക്ക് ഫ്ലൈറ്റിലിരുന്ന് കാണാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ബാലിയുടെ പുതിയ നാഷണൽ ഹൈവേയും നമുക്ക് കാണാനായിട്ട് പറ്റും. സോ എയർപോർട്ട് അടുക്കുന്തോറും ഈ ഫ്ലൈറ്റിലിരുന്ന് വ്യൂ ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ബാലിയിലെ തന്നെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മെയിൻ എയർപോർട്ടായിട്ടുള്ള ഐഗുസ്തി ഖുറാറായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഇനി ഇവിടുന്ന് നമ്മളെ വെൽക്കം ചെയ്യാൻ നമ്മുടെ ട്രാവൽ ഏജൻസിയുടെ ഭാഗമായിട്ടുള്ള ടീം എത്തും. ആൻഡ് അവർ നമ്മളെ നമ്മളുടെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകും, അവിടെ ചെക്ക് ഇൻ ചെയ്യും. അതിനുശേഷമാണ് നമ്മൾ ഓരോ ടൂറിസ്റ്റ് പ്ലേസസിലേക്ക് പോകുന്നത്. അപ്പോൾ ഗൈസ്, ബാക്കി ബാലി വിശേഷങ്ങൾ നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.